ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. 2025 ആയിട്ടുണ്ട്. 2025 എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെയെന്നുണ്ടെങ്കിൽ പിന്നൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 16, 17 ആ ഒരു ഡേറ്റിലായിരുന്നു നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെയെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അധികം ലാഗടിപ്പിക്കാൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പം യൂട്യൂബിൽ കുറേ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വരുന്നുണ്ട്. അപ്പം അവർക്ക് എന്താ പറയുക, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പം എന്താ എങ്ങനെയാണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട്, അതായത് ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എന്താ പറയുക നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോൺ മതി. ഓക്കെ, അത്യാവശ്യം ക്ലിയർ ഉള്ള, അതായത് നമ്മളെ ഒന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്ലിയർ ഉള്ള ഒരു ഫോൺ മതി. അതിപ്പം വലിയ പൈസയുടെ ആവണമെന്നൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോണായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഫോണിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇടുന്ന ആൾക്കാർ. ക്യാമറയൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് തുടങ്ങിയാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഫോണിലാണ് എടുക്കുന്നത് വീഡിയോ. അപ്പോൾ എൻ്റെ ഫോണൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലിയറാണ്. ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്ക് ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ക്ലിയറിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ബാക്ക് ക്യാമറയിൽ ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ട് എനിക്ക് ശീലമില്ല. കാരണം നമുക്കിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ നമ്മളെ. അപ്പോൾ അതുകൊണ്ട് 1-2 വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുണ്ട് ബാക്ക് ക്യാമറയിൽ. എന്നാലും ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിനെ കൊണ്ട് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പിന്നെന്നുണ്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം. ഓക്കെ, ലൈറ്റ് നല്ലോണം. അപ്പം നിങ്ങൾക്ക് ഒരു രാത്രിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ, ഇപ്പം നിങ്ങളുടെ റൂമിലാണെങ്കിലും ഒക്കെ ലൈറ്റ് കിട്ടണം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ഇതൊക്കെ നല്ലോണം നോക്കണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് നോക്കുന്നത് വെച്ചാൽ മൈക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മൈക്ക് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊരു മൈക്കുണ്ട്, ഞാനതിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള മൈക്ക് ഇതാണ്. ഇതെനിക്ക് വലിയച്ഛൻ മേടിച്ചു തന്നൊരു മൈക്കാണ്. ഇതിൽ 2 മൈക്ക് വരുന്നുണ്ട്. ഇങ്ങനൊരു മൈക്ക് വരുന്നുണ്ട്. ഇത് ഒരു USB കണക്ടറും, ഇത് കണക്ട് ചെയ്തിട്ട് ഇതിന് വേറെ തന്നെ ഒരു സൗണ്ട് വരും. പിന്നെ ഇതിൻ്റെ ഒരു ഐഫോൺ, ഈ സാധനം ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതെന്ന് പറയുന്നത് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ ഇത് 2 മൈക്ക് വരുന്നുണ്ട്. 2 മൈക്കാണ് വരുന്നത്. നമുക്കിങ്ങനെ ഡ്രസ്സിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ, ഇതിപ്പോൾ നോർമൽ വോയിസ് ആണ് നിങ്ങൾ എൻ്റെ കേൾക്കുന്നത്. മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്യാണ്ട് സംസാരിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് സൗണ്ടിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള ഈ സൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് വെക്കാം. ജസ്റ്റ് കാണിച്ചാൽ ഇങ്ങനെ വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പം ഞാനിത് യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മാത്രമേ വീഡിയോ എടുക്കാനുള്ളൂ. സത്യം പറഞ്ഞാൽ വേറെ ആരും അങ്ങനെ വരുന്നില്ല, വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമുള്ള സാധനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ആവുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം വീഡിയോ എടുത്താലും നമ്മുടെ വോയിസ് വീഡിയോയിലേക്ക് കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ പുറത്തുള്ള വോയിസ് വീഡിയോയിൽ കേൾക്കും. അപ്പൊ നമ്മുടെ വോയിസ് വളരെ എന്താ പറയാ പതുക്കിയേ കേൾക്കലുണ്ടാവുള്ളൂ. അപ്പൊ നമുക്കിത് ഈ ഒരു സാധനം ആ ടൈമിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് കേട്ടോ മൈക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണം, നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് വീഡിയോ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് തീരെ സൗണ്ട് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് യൂസ് ആക്കാം, വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു ഫോൺ മതി നമുക്ക്. അതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കൂട്ടി കൊടുക്കാം, കുറയ്ക്കാം, കൂടുതലാണെങ്കിൽ കുറയ്ക്കാം, കുറവാണെങ്കിൽ കൂട്ടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ആപ്പിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ മാക്സിമം സൗണ്ടിൽ പറയാൻ നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ആരും കേൾക്കുന്ന പ്രശ്നം അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, ആരും കേൾക്കും എന്നുള്ള പരാതിയില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് പുറത്തൊക്കെ പോയി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം വീട്ടിൻ്റെ അകത്ത് തന്നെ എപ്പോഴും ഇരിക്കും, നമ്മൾ പുറത്തൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പം ആരുടെ ഞാൻ നിർബന്ധിക്കുന്നില്ല, അപ്പം നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പൊ മൈക്ക് വെച്ചിട്ടുള്ള ഒരു സൗണ്ട് ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് ലൈറ്റ് അത് ഒരിക്കലും വിട്ടുകളയരുത്. കാരണം നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് ഒരു വൃത്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണണം. ഓക്കെ, നമ്മൾ ഇരുട്ടത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്ന പോലെ ആയിപ്പോരുത്, ഇരുട് കൂടിയ സ്ഥലം അങ്ങനത്തെ വരുത്. ലൈറ്റ് അത്യാവശ്യം നമ്മളെ കണ്ടാൽ മതി, ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ഒരു ഡാർക്ക് ആയിട്ടുണ്ട്, പക്ഷെ എന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ അങ്ങനെ നോക്കുക, അതൊക്കെ കറക്റ്റായിട്ട് നോക്കാം. പിന്നെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ റൂമിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ ഇപ്പൊ രാത്രിയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ഒക്കെ നമുക്ക് നല്ല വെട്ടമുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും അതിന്. പിന്നെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ടെറസിന്റെ മുകളിലാണ് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്, കാരണം താഴെ ഭയങ്കര സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഇപ്പൊ ട്രൈപോഡും കാര്യങ്ങൾ അങ്ങനത്തെ ആവശ്യമാണ്. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് എന്താ പറയാ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് റിംഗ് ലൈറ്റ് ആണ്. ഇപ്പൊ ലൈറ്റ് വരുന്നുണ്ട് അതിന്റെ മുകളിൽ, റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കൈ കൊണ്ട് എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൈയൊക്കെ വേദന എടുത്ത ഒരു ഇത്ര ടൈമില് കൂടുതൽ നമുക്കത് എടുത്തുകൊണ്ട് നമുക്ക് കൈക്കൊക്കെ നല്ല ഭയങ്കര വേദന. അപ്പൊ എവിടെയെങ്കിലും വെച്ചെടുക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പം ആ ഒരു സ്ഥലത്ത് ലൈറ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ വെക്കാനൊരു സ്പേസ് ഇല്ലാണ്ടാവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുന്ന സമയം ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്റെ കയ്യിലുള്ളത് 3 ലൈറ്റ് വരുന്ന റിംഗ് ലൈറ്റ് ആണ്. അപ്പം ഒരു വൈറ്റ്, വാം, ഓഫ് വൈറ്റ് കളർ 3 ലൈറ്റ് അങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതായിരുന്നു. അപ്പൊ മേടിച്ചിട്ട് ഒരു കൊല്ലത്തിന് മേലെയായി. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ രണ്ടാമത് മേടിച്ചതാണ് ഈ ഒരു ലൈറ്റ്. ഞാൻ മെയിൻ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എന്റെ കയ്യിലുള്ള സാധനമാണ് ഇത്. കാരണം ഞാൻ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടിരുന്ന ഒരു സാധനമാണ് ഈ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലിപ്പം വീഡിയോ എടുക്കാൻ എനിക്ക്, കാരണം നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി, പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നിന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിക്കാം. നമ്മുടെ വീഡിയോ എടുത്ത് കഴിയുന്നവരെ നമുക്കത് അങ്ങനെ തന്നെ നിന്നോളും, ഒരു കുഴപ്പമില്ല. നേരെ കുറച്ച് നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം നമ്മൾ കൈ കൊണ്ട് പിടിച്ചെടുക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ കൈയൊക്കെ നമുക്കൊരു ടൈം വരെ ഒന്നും, നമുക്ക് അത്രയും ലോങ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈം വരെ ഒന്നും വേദന എടുക്കും നമുക്ക് കൈ, അത്രയും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതിനും നല്ലത് ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എടുക്കാനായിട്ട്. അപ്പം യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ട്രൈപോഡ് ആയാലും മൈക്ക് ആയാലും അതേപോലെ തന്നെ റിംഗ് ലൈറ്റ് ആയാലും ഒക്കെ എല്ലാം നമുക്കിപ്പം, ഞാനിപ്പം ലൈറ്റ് ഇട്ടിട്ടില്ല, റിംഗ് ലൈറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇതിലിപ്പം ഞാൻ മുകളിലായതിനെ കൊണ്ട് അത്യാവശ്യം വെളിച്ചം എനിക്ക് ഉണ്ട്. എന്നാലും ഞാൻ അധികം ഇവിടെ കുത്താൻ വേറെ പ്ലഗ് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, ജസ്റ്റ് എന്റെ റിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ റിംഗ് ലൈറ്റ് വരുന്നത്. ഇത് നമുക്ക് എന്താ പറയാ, ഇതിൽ 3 കളർ ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓഫ് ആക്കാനും ഓൺ ആക്കാനും പിന്നെ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ അതിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളവരുണ്ട്. ഇതിൽ നമുക്ക് ചാർജറിന്റെ അഡാപ്റ്റർ എടുത്തിട്ട് നമുക്കത് പ്ലഗ് ചെയ്താൽ മതി, എന്നിട്ട് ഓൺ ആക്കാം. പിന്നെ ഈ സാധനം നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ഊരി കയ്യിലെടുക്കാം. അതേപോലെ തന്നെ അവിടെ തിരിച്ച് പ്ലഗ് ചെയ്യുകയും ചെയ്യാം. ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മെയിനായിട്ട്. ഇതിന് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്, അതേപോലെ താഴെയും വരുന്നുണ്ട്. നമുക്കിങ്ങനെ ചെയ്തെടുക്കാം.
അപ്പൊ ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഇതിന്റെ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഓൺ ആക്കിയിട്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ഓൺ ആക്കിയതാ, 3 കളറാണ് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് മാത്രമായിട്ട് കാണിച്ചു തരാം. ആദ്യതാ ഇങ്ങനെ ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു വാം കളറ്, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ. ഈ 3 കളറാണ് നമുക്ക് ലൈറ്റിൽ വരുന്നത്. ഓൺ ആക്കാം. ഇത് ഈ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. ഓക്കെ. അതേപോലെ തന്നെ ലൈറ്റിൽ ഇതാ ഈ ഒരു ബട്ടൺ നമ്മൾ നെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇത് കുറയ്ക്കാം. കുറഞ്ഞു വരുന്നുണ്ടെന്ന് മനസ്സിലായി, കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് കുറയ്ക്കാം. അതേപോലെ തന്നെ അത് കൂട്ടാം. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. ഇത്രയല്ല, എൻ്റെ കയ്യിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഫോണിലങ്ങ് തുടങ്ങുക. ബാക്കിയൊക്കെ പയ്യെ വന്നോളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വഴി ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് എന്തെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത്. അതും കറക്റ്റ് എഡിറ്റ് ചെയ്ത് അതിൽ തന്നെ നമുക്ക് കുറെ എന്താ പറയാ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പം സൗണ്ടിന്റെ ആണെങ്കിലും ക്ലിയറും കാര്യങ്ങളൊക്കെ ഇതാക്കി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന കുറെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്താ പറയാ വീഡിയോ ചെയ്യാം. അതൊക്കെ എഡിറ്റ് ചെയ്യുക, കറക്റ്റ് എഡിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കുറവുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൗണ്ട് കുറവാണെങ്കിൽ അത് കൂട്ടാം, കൂടുതലാണെങ്കിൽ കുറയ്ക്കാം. അങ്ങനത്തെ രീതിയിൽ നോക്കുക. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. ഹേ ഗൈസ്, അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ്സിൽ ചോദിക്കുക, ഞാനൊക്കെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ തന്നെ നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര എത്തിയത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ മറക്കാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോ എല്ലാവരുടെയും ഈ ഒരു കൊല്ലം അടിപൊളി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബൈ ഗൈസ്, ലവ് യു.